യെസ്, പൂഞ്ഞാർ എം എൽ എ സെബാസ്റ്റ്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സെബാസ്റ്റ്യൻ, ഇപ്പോൾ എന്താണ് മണ്ഡലത്തിലെ സ്ഥിതി അത്ര ആശ്വാസകരമല്ല. ഒരുപാട് മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് അങ്ങേക്ക് ലഭിക്കുന്ന വിവരം? അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടോ? മഴ വന്ന് അപകടം ഉണ്ടായപ്പോ തൊട്ട് പൂർണ്ണമായി സൈറ്റിലുണ്ട് ഞാൻ. അപ്പൊ ഇപ്പം രണ്ടുപേരും മരിച്ച ഒരു വീട് കംപ്ലീറ്റ് മണ്ണ് മൂടിപ്പോയി, ഉരുൾപൊട്ടി. അവിടെ നിന്ന് ഒരു ബോഡി എടുത്തു, അടുത്ത ബോഡി എടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങള്. അതായത് പറയൂ. മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഗുരുതരമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈരാറ്റുപേട്ട ടൗൺ ഉൾപ്പെടെ കടന്നു പോരാൻ പറ്റാത്ത രീതിയിൽ വെള്ളത്തിന്റെ അടിയിലാണ്. പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം മിന്നൽ പ്രളയം ആയതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ പോലും ആളുകളെ കൃത്യസ്ഥലത്ത് ഡീപ്ലോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപകടം ഉണ്ടായ സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ ഇവിടെ ഡീപ്ലോയ് ചെയ്തിട്ടുണ്ട്. അപകടമുണ്ടായ വീട് ഇരിക്കുന്ന സ്ഥലത്ത് 2 JCB, ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ച് എയർഫോഴ്സ്, പോലീസ് എല്ലാ സംവിധാനമുണ്ട്. ബോഡി എടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഒരു ബോഡി എടുത്തു, അടുത്ത ബോഡി കൂടെ കണ്ടെത്തണം ഇനി. ഓക്കെ. അതായത് മണ്ഡലത്തിൽ ഇപ്പോൾ എന്താണ് 3 മരണങ്ങളാണോ ഇതിനോടകം നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നത്? നമുക്കിപ്പം സ്ഥിരീകരിച്ച ഒരു മരണവും വീട്ടിൽ ഒരാളൂടെ ഉണ്ട്, ബോഡി ഉണ്ട്. അത് എടുക്കാനുള്ള ശ്രമം നടക്കുക. മുക്കാൽ മണിക്കൂറിന് എടുക്കും അത്. ഓക്കെ. ശരി, വളരെയധികം നന്ദി ശ്രീ സെബാസ്റ്റ്യൻ, ഈ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.